ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഞാൻ എങ്ങനെയാണ് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കടുക് 1.5 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, എണ്ണ 1 കപ്പ്, ഞാൻ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത്, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2.5 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കല്ലുപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1 കപ്പ്, കായം 1/4 ടീസ്പൂൺ. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കടുകും ഉലുവയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേപോലെ കല്ലിൻ്റെ ചെറിയ ഉരൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കടുകും ഉലുവയും ഇതിലിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കരുത്. നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മുടെ പൊടി റെഡിയായി, നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇഞ്ചി അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കഷ്ണങ്ങൾ എടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനെപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ എള്ളെണ്ണയാണ് ഉപയോഗിക്കാറ്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്തെടുക്കാം. ഞാൻ 2.5 കപ്പ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 450 ഗ്രാം ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് അനുസരിച്ച് മുളക് പൊടി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവ എപ്പോഴും കുറഞ്ഞ അളവ് എടുക്കുന്നതാണ് നല്ലത്. അധികം ചേർത്താൽ അച്ചാറിന് ഒരു കയ്പ്പ് രസം വരും. വെളുത്തുള്ളി അധികം വഴറ്റി എടുക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി വരാം, അധികം ആവാനും പാടില്ല. ഒരു 5 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി ഏകദേശം. ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്. നിങ്ങളുടെ അടുത്ത് കല്ലുപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതി. കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് കായപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കായം കൂടി ചേർക്കുമ്പോഴാണ് ഈ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചൂടോടുകൂടി തന്നെയാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കാം.
അച്ചാർ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.